ആ വാ കയറി വാ കയറി. ഇവിടെ നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ? ഞങ്ങൾ രണ്ടാളേ ഉള്ളൂ. അയൽവക്കത്ത് രണ്ട് പുരുഷന്മാർ താമസിക്കുന്നത് നല്ലതാ. ഇവിടെ ഒരു പെൺകുച്ചിനെയും കൊണ്ട് കഴിയണതാണ്. അതെ അതെ. ഒരു ചെറിയ സഹായം ചോദിക്കാനാ വന്നത്. എന്താ വെച്ചാൽ പറഞ്ഞോളൂ. അയൽവക്കാകുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹകരിക്കണ്ടല്ലേ നമ്മൾ. ഇന്നലെ രാത്രി ആരോ വീടിന്റെ വെളിയിൽ ഒരു മിന്നായം പോലെ ഇവള് കണ്ടു. എന്നാലും എന്ത് സംസ്കാര ശൂന്യരാണ് അവര്. ഒരു പാവം പെൺകുട്ടിയുടെ റൂമിൽ ഒളിഞ്ഞു നോക്കാൻ മാത്രമാണ് തപ്പത്തിച്ചവൻ. താൻ ആളെ കണ്ടോ? ഇല്ല, ഒരു നിഴല് പോലെ. ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സമാധാനമായിരുന്നു. ദിവാകരനാണെങ്കിൽ സ്ഥലത്തും ഇല്ല. കെട്ടുറപ്പിച്ച പെണ്ണാണേ. ഹേയ് പേടിക്കണ്ട, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരിക്കും. ഇവിടെ അടുത്തറിയുന്ന ആരെങ്കിലും ആയിരിക്കുള്ളൂ. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഈ മോനെ 2 ദിവസം അവിടേക്ക്. അത് വേണോ? അതിനെന്താ, ഞാനവിടെ വരാന്തല എങ്ങനെ വന്ന് കിടന്നോളാം. വലിയ ഉപകാരമായി. ഓ ആയിക്കോട്ടെ, ഞങ്ങൾ ഇറങ്ങട്ടെ. ഇതൊക്കെ ഈ തലമുറയുടെ ഒരു പ്രശ്നമാണേ. അതെ അതെ. ആ, ഇത് ഞങ്ങളുടെ പറമ്പിൽ നിന്ന് കിട്ടിയതാ. പുറത്ത് ഫോട്ടോ കണ്ടപ്പോൾ കളയാന്ന് വിചാരിച്ചതാ. പിന്നെ തോന്നി വെറുതെ ഇരിക്കുമ്പോൾ വായിക്കാലോന്ന്. താൻ വായിച്ചിട്ട് തന്നാ മതി. മോളെ, ഇത് തപ്പിയാണ് ഞാൻ രാവിലെ മുതൽ പരക്കം വാങ്ങിക്കൊണ്ടിരിക്കണേ. താങ്ക് യു. ഇതിലിപ്പോൾ എന്താ എത്ര? ഇതൊരു ജിന്നാണ് മോളെ. അതൊന്നും പറഞ്ഞ് നിനക്ക് മനസ്സിലാവില്ല. ശരി ശരി പോക്കോ, രാത്രിയാണോ? മനു എന്താ ഉറങ്ങിയില്ലേ? ഏയ് ഉറക്കം വന്നില്ല. സ്ഥലം മാറിയോണ്ടാവും. ഹേയ് എനിക്കങ്ങനെ പ്രശ്നമൊന്നുമില്ല. ആകാശത്ത് നിറയെ നക്ഷത്രങ്ങളുണ്ടല്ലേ? ആ പിന്നെ ഒന്ന് കത്തുമ്പോൾ മറ്റത് കെടും, അത് കെടുമ്പോൾ മറ്റത് കത്തും. എന്ത് രസമല്ലേ. മരിച്ചുപോയവരുടെ ആത്മാക്കൾ നമ്മളെ കാണാൻ വരുന്നതാ രാത്രി. ചില മിടുക്കന്മാരൊക്കെ നേരിട്ടും വരാറുണ്ട്. മനു കണ്ടിട്ടുണ്ടോ? പിന്നെ ഇന്നലെയും കൂടി ഒരെണ്ണം വന്നല്ലേ ഉള്ളൂ. അതാരാ? അതൊരു ജിന്ന്. ജിന്നോ? എന്നിട്ട് എന്തു പറഞ്ഞു? ഒന്നും പറയാതെ ഒറ്റ പോക്കായിരുന്നു. ശരിക്കും? ആന്ന്. ചുമ്മാ നമ്പർ അടിക്കല്ലേ? വിശ്വസിക്കണ്ട. ഓ വിശ്വസിച്ചു. സമാധാനായോ? മനുവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോ? പറഞ്ഞാലല്ല അറിയുള്ളൂ. മുകളിലെ മേൽക്കൂരൊന്നും ഇല്ലാതെ നക്ഷത്രങ്ങളെ നോക്കി ഇങ്ങനെ കിടക്കണം. അതിന് ടെറസിൽ പോയി കിടന്നാ പോരെ. അങ്ങനെ കിടന്നിട്ട് കാര്യമില്ല. നമ്മളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാൾ കൂടെ ഉണ്ടാവണം. കല്യാണം കഴിക്കാൻ പോലെ പാളായില്ലേ. ഏയ് എന്തു പറ്റി? ഏയ് ഒന്നുമില്ല. പറയടോ. ആ മുകളിൽ നിൽക്കുന്ന നക്ഷത്രങ്ങളിൽ എൻ്റെ അച്ഛനും അമ്മയുണ്ട്. മൊത്തം ഡാർക്ക് സീനാണല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് പറയടോ. കുഞ്ഞായിരിക്കുമ്പോഴേ അച്ഛനമ്മയൊക്കെ മരിച്ചതാ. ബുദ്ധി വെച്ച കാലം തൊട്ട് നോക്കിയതൊക്കെ ഇവരാ. ഏയ് അപ്പം അത് അമ്മയല്ലേ? അല്ല, എന്നെ കല്യാണം കഴിക്കാൻ പോണ ആളുടെ ബന്ധുവാ. അവര് എന്നെയൊക്കെ നോക്കുന്നത് ഈ ദിവാകരനാ. ദുഷ്ടനാ. എനിക്ക് ഇഷ്ടമല്ല. ആരും ഇല്ലാത്തതുകൊണ്ട് എതിർത്തൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാ. എടോ, താൻ പറഞ്ഞ വിശ്വസിക്കുമെന്ന് അറിയില്ല. ഇതുപോലത്തെ ഒരു കഥ ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുക. താനിന്ന് രാവിലെ കൊണ്ടുവന്ന ബുക്കില്ലേ, അത് തന്നെ. ശരിക്കും? ശരിക്കും. എന്നെ കാണാൻ ഒരു ജിന്ന് വരുമെന്ന് പറയാറില്ലേ, അത് സത്യ. താൻ എന്തേ പറയണേ? ബുക്കാണ് ആ ജിന്ന്. ഡോ, ഞാനിത് തുറക്കാം, പക്ഷെ താ പേടിക്കരുത്.